വെൽക്കം ടു ജാനെക്സ്. നമ്മുടെ 3rd ഡേ ഇൻ വിയറ്റ്നാം ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നും നമ്മൾ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ തന്നെയുണ്ട്. ഇന്ന് നമുക്കൊരു ലോങ് ജേർണി ഉള്ളതുകൊണ്ട് അത്യാവശ്യം എനർജിയൊക്കെ വേണം. അത്യാവശ്യം നന്നായി തന്നെ ഫുഡൊക്കെ തട്ടി ഒരു 8 മണിയോടുകൂടെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹോച്ചിമിൻ സിറ്റിയിൽ ലാൻഡ് ചെയ്ത അന്ന് തൊട്ട് ഇവിടുത്തെ ഈ സ്കൂട്ടർ റൈഡ് ഒന്ന് ട്രൈ ചെയ്യണം തോന്നിയിട്ടുണ്ട്. ഇന്നങ്ങനെ അതിനുള്ളൊരു അവസരം കിട്ടി ഗൈസ്. ഇന്നും നമ്മളൊരു ഗ്രൂപ്പ് ടൂറിനാണ് പോകുന്നത്. ആ ഗ്രൂപ്പ് ടൂറിലേക്കുള്ള ബസ്സിലേക്ക് നമ്മളെ പിക്കപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബൈക്കിലാണ് ഗൈസ്. ഇന്നത്തെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മെക്കോങ് ഡെൽറ്റയുടെ വഴിയിലാണ് ഈ ടെമ്പിൾ ഓഫ് മൈത്തോ ഉള്ളത്. മെക്കോങ് ഡെൽറ്റയ്ക്ക് അടുത്തുള്ള ഈ മൈത്തോ എന്ന സിറ്റിയിലാണ് വിങ് ട്രാങ് എന്ന ഈ പഗോഡ സ്ഥിതി ചെയ്യുന്നത്. തെർവാര എന്നും മഹായാന എന്നും പറഞ്ഞ 2 രീതിയിലുള്ള ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ മഹായാനയാണ് വിയറ്റ്നാമിൽ പ്രാക്ടീസ് ചെയ്യുന്ന ബുദ്ധിസം. അതുകൊണ്ട് തന്നെ ഈ ഒരു പഗോഡ മഹായാന ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുന്നവരുടേതാണ്. ദിബങ്കര എന്ന ബുദ്ധ ഓഫ് പാസ്റ്റിനെയും സഖ്യമുനി എന്ന ബുദ്ധ ഓഫ് പ്രസൻറ്റിനെയും മൈത്ര എന്ന ബുദ്ധ ഓഫ് ഫ്യൂച്ചറിനെയും ബിലീവ് ചെയ്യുന്നവരാണ് ഈ മഹായാന ബുദ്ധിസ്റ്റുകൾ. ഈ ബുദ്ധ ഓഫ് ഫ്യൂച്ചറാണ് നമ്മളിപ്പം കണ്ട വലിയ സ്റ്റാച്യൂവിലുള്ളത്. ഏകദേശം 5 ഏക്കറോളം സ്ഥലത്തിൽ നിറയെ പൂച്ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ അലങ്കരിച്ചതാണ് ഈ ഒരു പഗോഡ. ബുദ്ധിസ്റ്റ് ടെമ്പിളുകളൊക്കെ അലങ്കരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ബോൺസായി വൃക്ഷങ്ങൾ അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ലക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് അവരുടെ ഒരു ബിലീഫ്. ഇങ്ങനെ നമ്മൾ നടന്നു പോകുന്നത് സ്ലീപ്പിംഗ് ബുദ്ധയുടെ അടുത്തേക്കാണ്. ഇതും വളരെ വലിയൊരു സ്റ്റാച്ചു ആണ്. ബുദ്ധ സന്യാസികളാണ് ഇത്തരം ബുദ്ധിസ്റ്റ് ടെമ്പിളുകളിൽ വേർഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചൈനീസ് വാസ്തുവിദ്യയിലാണ് ഈ ഒരു പഗോഡകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള വിശാലമായിട്ടുള്ള ഒരു പഗോഡ നമുക്ക് ചുറ്റിക്കാണാനായിട്ട് ഏകദേശം ഒരു 1/2-3 മണിക്കൂർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ സമയത്തിനുള്ള എല്ലാ സ്ഥലവും കണ്ടു. ഇതാണ് മെയിൻ ബിൽഡിംഗ്. അതിനുശേഷം ലേഡി ബുദ്ധയുടെ ഈ സ്റ്റാച്യൂവും കണ്ട് നമ്മൾ ഇറങ്ങി. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദികളിൽ 12ാമതായിട്ടുള്ള തെക്ക് കിഴക്കൻ ഏഷ്യയിലെ നദിയാണ് മെക്കോങ് നദി. ഈ നദി ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ചൈന, മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലൂടെയൊക്കെ ഒഴുകി സൗത്ത് ചൈനീസ് സീയിലാണ് എൻഡ് ചെയ്യുന്നത്. ഒത്തിരി വെള്ളച്ചാട്ടങ്ങളും കൈവഴികളും ഒക്കെയുള്ള ഈ ഒരു നദി ഏത് സമയം കലങ്ങിക്കൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. പണ്ട് ഈ നദിയിൽ മുതലകൾ ഉണ്ടായിരുന്നു. ആ മുതലകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഈ ബോട്ടുകളുടെ വെള്ളത്തിലോട്ട് താഴ്ന്നു നിൽക്കുന്ന ഭാഗത്ത് ഇവർ കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മെക്കോങ് റിവറിൽ നിന്നും എക്കൽ മണ്ണ് അടിഞ്ഞിട്ടുണ്ടായതാണ് മെക്കോങ് ഡെൽറ്റ. ഇത് വിവിധ ദ്വീപുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ഒരു ദ്വീപിലാണ് ഇന്ന് പോയിട്ടുള്ളത്. ഇവിടെ ചെന്നപ്പോൾ നമുക്ക് നല്ലൊരു ചായ സൽക്കാരം കിട്ടി. തേനും ഒരു പ്രത്യേകതരം ഓറഞ്ചിൻ്റെ നീരും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഗ്രീൻ ടീ. ഹായ് ഗായ്സ്, ഡേ 3 ഇന്ന് നമ്മൾ മെക്കോങ് ഡെൽറ്റയാണ് വിസിറ്റ് ചെയ്യുന്നത്. മെക്കോങ് റിവർ ഉണ്ടാക്കിയിട്ടുള്ള ഡെൽറ്റയാണ്. ഇതാണ് ഇവരുടെ പാഡി ഫീൽഡിൻ്റെ ഒക്കെ ഒരു കേന്ദ്രം എന്നാണ് പറയുന്നത്. ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മൾ ബോട്ടിലാണ് വന്നിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇതാണ് മെയിനായിട്ടുള്ളത്. ഇത് യൂണിക്കോൺ ഐലൻഡാണ്. ഇവരുടെ 4 ഹോളി മൃഗങ്ങളുടെ പേരിലുള്ള ഐലൻഡ്സാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. അത് യൂണിക്കോൺ ഉണ്ട്, ടേർട്ടിൽ ഉണ്ട്, ഡ്രാഗൺ ഉണ്ട്, പിന്നെ ഫീനിക്സും ഉണ്ട്. അങ്ങനെ 4 ചെറിയ ഐലൻഡ്സ് ആണ്. അതിൽ യൂണിക്കോൺ ഐലൻഡിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഒരു പെരുമ്പാമ്പിനെ തൊടാനാണ്. ഒരു പെരുമ്പാമ്പിനെയൊക്കെ അവരെ പിടിച്ച് നമുക്കതിനെ ഇങ്ങനെ വെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത്. നമുക്ക് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാം. ഞാൻ എന്തായാലും ഒന്ന് ക്ലിക്കൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ സാധനത്തിനെ കൈമാറിയിട്ടുണ്ട്. ഈ കലാപരിപാടിക്ക് ശേഷം നമ്മൾ അടുത്തതായിട്ട് പോകുന്ന സ്റ്റാളിൽ ധാരാളം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അതിൽ കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ്. പക്ഷേ വാട്ടർ കോക്കനട്ടും ആ കാണുന്ന ഡുറിയാനൊക്കെ നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ അല്ലാത്തതാണ്. അവിടുന്ന് കുറച്ച് ഡ്യൂറിയാനൊക്കെ വാങ്ങി നമ്മളിത് അടുത്ത സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഐലൻഡിൽ ഉണ്ടാകുന്ന കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വെച്ച് ഒരു പാട്ട് സൽക്കാരമാണ് ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഇന്നത്തെ ഗ്രൂപ്പ് ടൂറിലുള്ള ആൾക്കാരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു അത്. ഒരു ചെറിയ ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞു. കുറേ ഇവിടെ ലോക്കലി ഉണ്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് പിന്നെ ഒരാൾ വന്ന് പാട്ടൊക്കെ പാടി. ഒന്നല്ല, കുറച്ച് ഗേൾസും നല്ല അടിപൊളിയായിട്ടൊക്കെ പാട്ടൊക്കെ പാടി നമ്മൾ സൽക്കരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി നമ്മളൊരു ചെറിയ ബോട്ടിലൂടെയുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം.
മെക്കോങ് റിവറിലൂടെയുള്ള ഈ ചെറിയ കനാലുകളിലൂടെ പോകുന്ന നാരോ ബോട്ട്സിലൂടെയുള്ള യാത്രയാണ് ഇനി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. മെക്കോങ് ഡെൽറ്റ വിസിറ്റിൽ ഒരു ഹൈലൈറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ ഒരു യാത്ര ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ വെള്ളത്തിലിറങ്ങുന്നതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. 4 യാത്രക്കാരും 2 തുഴച്ചിലുകാരുമായിട്ട് 6 പേരാണ് ഈ ഒരു ബോട്ടിൽ അലൗഡഡ് ആയിട്ടുള്ളത്. നമ്മളിങ്ങനെ സെൻറ്ററിൽ തന്നെ ഇരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. നാരോ ആയിട്ടുള്ള ബോട്ടായതുകൊണ്ട് തന്നെ നല്ല ആട്ടവും ഒലിച്ചിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബോട്ടിൻ്റെ വെയിറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇരുന്നിട്ടുണ്ട് ഗൈസ്. ഈ ആട്ടമുണ്ട് ഗൈസ്, ആട്ടമുണ്ട്, ചെറുങ്ങനെ ആട്ടമുണ്ട്. പേടിക്കരുത്, ലൈഫ് ജാക്കറ്റ് പോലും ഇല്ല, പേടിക്കാതിരിക്കണം. ഓക്കെ, അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള കനാലാണ് ഗൈസ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ചില വള്ളങ്ങളൊക്കെ നമ്മളെ വന്ന് ഇടിക്കും. തമ്മിൽ കൂട്ടി ഇടിക്കുമ്പോഴേ ഈ വള്ളങ്ങളുടെ സൈഡിലായിട്ട് നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ വരെ മുറിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൈ പിടിക്കാതെ സൂക്ഷിച്ച് വേണം ഇരിക്കാനായിട്ട്. ഈ കനാലിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് വാട്ടർ കോക്കനട്ട്സ് ആണ് കേട്ടോ. സോ ഗൈസ്, നമ്മളിപ്പോൾ കോക്കനട്ട് ഐലൻഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ കോക്കനട്ട് ക്യാൻഡീസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലവും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ ലഞ്ച്. നമ്മുടെ തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കുന്ന ക്യാൻഡീസാണ് ഈ കോക്കനട്ട് ക്യാൻഡീസ്. തേങ്ങാപ്പാലിൽ പഞ്ചസാരയോ ഷുഗറിന് വേണ്ടി വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്, പറയാതെ വയ്യ. അത്യാവശ്യം സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. അതിൻ്റെ പ്രോസസ്സാണ് ഈ കാണുന്നത്. അവിടെ തേങ്ങ വെട്ടുന്നത് തൊട്ടിട്ട് അതിന്ന് തേങ്ങാപ്പാൽ എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് പിന്നെ നമുക്കറിയുന്നത് കൊണ്ട് ഞാനിവിടെ കാണിക്കാത്തതാണ് കേട്ടോ. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന വെസ്റ്റേണേഴ്സൊക്കെ ആ സ്റ്റെപ്പുകളൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്നേക്ക് വൈനും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമല്ല നമുക്ക് വാങ്ങാനായിട്ടും സാധിക്കും. സ്നേക്ക് വൈൻ ഉണ്ടാക്കുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ചെറിയ ചെറിയ ബോട്ടിലായിട്ടും വലിയ ബോട്ടിലായിട്ടൊക്കെ സാധനം കിട്ടാനുണ്ട്. നോക്കിയേ, വൈനിൽ അല്ലെങ്കിൽ റമ്മിൽ സ്നേക്കിന് ഇട്ട് വെക്കുന്നത് ആ ഒരു ഡ്രിങ്കിന് എക്സ്ട്രാ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ നമുക്കൊരു ഫ്രീ ടേസ്റ്റിംഗ് സെഷനൂടെ ഉണ്ട്. ഒരുവിധം എല്ലാവരും നമ്മളെ കൂടെ ഉള്ളവർ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മളും ട്രൈ ചെയ്യുകയാണ് സ്നേക്ക് വൈൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ഹെസിറ്റേറ്റ് ചെയ്താണ് തുടങ്ങിയെങ്കിലും കുടിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു നോർമൽ ഹാർഡ് ലിക്കർ എന്നതിനുപരി ഈ സ്നേക്കിൻ്റേതായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒറ്റ വലിക്ക് സാധനം കുടിച്ച് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. മെക്കോങ് റിവറിൽ ഒരു കാലത്ത് ഒരുപാട് മുതലകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ അലിഗേറ്റർ സ്കിൻ ഉപയോഗിച്ച് പല ക്രാഫ്റ്റ് ചെയ്യാനും ഇവർ ട്രെയിൻഡ് ആണ്. ഇത്തരത്തിലുള്ള ബാഗുകൾ, ബെൽറ്റുകൾ, അങ്ങനെ മുന്തിയ ഇനം ലെതറിൻ്റെ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ജെനുവിൻ ആണോ എന്നുള്ളത് നമുക്കറിയില്ല. കോക്കനട്ട് ഐലൻഡിൽ ഒരു ഫാമിൽ വെച്ചാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഉള്ളത്. അവിടേക്ക് നമ്മൾ പോകുന്നത് ടുക് ടുക് എന്നുള്ള നമ്മുടെ ഓട്ടോറിക്ഷയുടെ ഒരു ചേട്ടൻ എന്ന് തോന്നിക്കുന്ന വണ്ടിയിലാണ്. ഫോറിനേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജേണി ആയിരുന്നു. നമുക്കിത് സാധാരണ ആണെങ്കിലും. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. വിയറ്റ്നാമിലെ ജനത ഒരുപാട് കാലം പോവർട്ടിയിൽ ജീവിച്ചതുകൊണ്ട് അവർ നമ്മളെപ്പോലെ ചിക്കനും ബീഫും മാത്രമല്ല കഴിക്കുന്നത്, ബാക്കി ഒരു വിധം ജീവികളെയൊക്കെ അവർ കഴിക്കുന്നുണ്ട്. അതിപ്പോൾ അലിഗേറ്റർ ആയാലും സ്നേക്സ് ആയിട്ടുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷസ് ആയിട്ടുണ്ടെങ്കിലും ഫ്രോഗ് ആയിട്ടുണ്ടെങ്കിലും ഒക്കെ അവർ കഴിക്കും. അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ ഫാമിൽ നിന്ന് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു വിയറ്റ്നാമീസ് ക്യൂസിൻ തന്നെ നമ്മൾ ലഞ്ചിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലഞ്ചൊക്കെ കഴിച്ച് നമ്മളങ്ങനെ കോക്കനട്ട് ഐലൻഡിൽ നിന്ന് നമ്മുടെ മെയിൻ ബോട്ടിലോട്ട് ഈ ഒരു ബാംബു ബോട്ട് വഴിയാണ് പോകുന്നത്. ആമസോൺ നദീതീരങ്ങൾ കഴിഞ്ഞാലേ ലോകത്തിലെ തന്നെ ഏറ്റവും ജൈവസമ്പുഷ്ടമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇത്രയും മെക്കോങ് നദീതീരം. എന്തായാലും ഇന്നത്തെ മെക്കോങ് യാത്രയ്ക്ക് കഴിയാണ്. ഈ യാത്ര എന്തായാലും നമ്മൾ തീർക്കുന്നത് ഇങ്ങനെ ചിൽഡ് ആയിട്ടുള്ളൊരു ഹലോ ഹലോ കഴിച്ചിട്ടാണ്. ഗൈസ്, നമ്മുടെ ഫാലുദയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇവിടുത്തെ ഹലോ ഹലോ. ഫാലുദയ്ക്ക് ഈക്വലൻ്റ് അല്ല, പക്ഷെ അതുപോലെയുള്ള കുറേ ജെല്ലിയും പിന്നെ കോക്കനട്ട് മിൽക്കും അതിൻ്റെ കൂടെ ഐസും ഒക്കെയാണ്. ഇതിൻ്റെ കൂടെ ബീൻസും ഉണ്ട്. അതുകൊണ്ടാവും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. ഗൈസ്, ഇന്നത്തെ ഡിന്നർ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ചെറിയ കൺവീനിയൻറ്റ് ഷോപ്സിൽ ഫുഡ്, റെഡിമെയ്ഡ് ഫുഡ് ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ പോയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനാണ്. അങ്ങനെ ഈ വിയറ്റ്നാം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കിട്ടിയത്. ഇതെടുത്തൊരു ആവിയിലുള്ളൊരു ബണ്ണാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ടായിരിക്കും. അപ്പം അതാണ് നമ്മൾ ആദ്യം ഒന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടൈപ്പ് സാൻഡ്വിച്ചസ് എടുത്തു. ഇത് ഒനിഗിരി എന്നാണ്, ഈ ചിക്കൻ ഫിൽഡായിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. ദെൻ ഒരു സ്പെഗറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്ക് ചെയ്യാനായിട്ട്
ക്രാക്കേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ നൂഡിൽസ്, കപ്പ് നൂഡിൽസ്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കുമൊന്നുമില്ല, ബട്ട് നമ്മൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളതൊന്ന് നോക്കിയതാണ്. കൊള്ളാം. ഹോച്ചിമിൻ സിറ്റിയിലെ ലാസ്റ്റ് ഡേ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി 4th ഡേയിൽ കാണാം.